നാടകങ്ങൾ ചോദ്യം ചെയ്യലിന്റെ കലഹങ്ങളുടെ സമന്വയമാണ്. ഗ്രാമീണ നാടകകളരികൾ അരങ്ങുവിട്ടതോ നിശബ്ദമാവുകയോ എന്ന തോന്നൽ സജീവമാകുന്നിടത്തുള്ള ഗ്രാമീണ ജനതയുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലൂടെയാണ് ഗ്രാമകം നാടകോത്സവം 8ാം പതിപ്പിന് തിരശ്ശീല വീണത്. വേലൂർക്കാർക്ക് നാടകമെന്നും വിസ്മയ കാഴ്ച നൽകുന്ന ഒരിടമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാടകരംഗം കരുത്താർജിച്ചപ്പോൾ വേലൂരും നാടകക്കളരികളും നാടകത്തട്ടുകളും സജീവമായിരുന്നു. 80കളിൽ അന്ന് വിദ്യാർത്ഥികളായിരുന്ന ഇപ്പോൾ സിനിമാ നാടക പ്രവർത്തകരായ ശിവജി ഗുരുവായൂരും ഇർഷാദും ബോധിയുടെ കീഴിൽ വേലൂരിലെ നാടകത്തട്ടുകളിൽ സജീവമായിരുന്നു. കർത്താവ് മരിച്ചത് മരക്കുരിശിലാണ്, പക്ഷെ ഒരാൾ മറന്നില്ല, അവൻ കള്ളനാണ്. പിന്നീട് നാടകരംഗം പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ വേലൂർ എന്ന ഗ്രാമത്തിലും പ്രതിസന്ധിയുടെ ആഴം വലുതായിരുന്നു. ഈ പ്രതിസന്ധിയിലൂടെ 1.5 പതിറ്റാണ്ടുകാലം നാടകരംഗം വെളിച്ചമകുന്ന അരങ്ങിലെ മൗനമായി മാറി. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇഫ് ക്രിയേഷൻസ് ഗ്രാമകം നാടകോത്സവത്തിന് തുടക്കം കുറിച്ചത്. നാട്ടിലെ നാടക പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ പകരുവാൻ ഇതിനായി. നാടകോത്സവത്തിൽ നാടകം ആസ്വദിക്കാനും നാടകത്തെ അറിയാനും നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. അവർക്കൊക്കെ തോട് പറയുമ്പോൾ കൊച്ചു പള്ളി പണിത് കൊടുത്തിട്ടുണ്ട്, മറ്റവർക്കൊക്കെ റോഡ് സൈഡിൽ വലിയ പള്ളിയുണ്ട്. എന്നാലും അവരുടെ ദൈവത്തെ ഒന്ന് കാണണം. എന്നാ വലിയ വീരനായിട്ടൊന്നും അല്ല, പിന്നെ ആളിങ്ങനെ മെല്ലിച്ചൊരാളാണ്, മുടിയൊക്കെ ഇങ്ങനെ പിരിവിലാ. ഗ്രാമകം നാടകോത്സവം 8ാം പതിപ്പിലെത്തി നിൽക്കുമ്പോൾ വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും നാടക പ്രേക്ഷകരിൽ പ്രതീക്ഷയുടെ അലകൾ ഉയർത്തിയാണ് നാടകോത്സവം സമാപിച്ചത്.